നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്നും സഭാ ടിവിയിൽ നിന്നും നീക്കം ചെയ്ത നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി KN ബാലഗോപാൽ. പ്രസംഗം വെട്ടിമാറ്റിയതുകൊണ്ടോ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതുകൊണ്ടോ സർക്കാരിന്റെ അഴിമതി ഇല്ലാതാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിയമസഭ കൈകാര്യം ചെയ്യുന്ന രീതി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ബാലഗോപാൽ ആരോപിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ച് അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇത് ആശങ്കാജനകമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്. ഭരണപക്ഷത്തിനകത്ത് അത് പ്രശ്നമുണ്ട്. എക്സൈസ് മന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. VM സുധീറിനെ പോലെയുള്ള വളരെ സീനിയറായ കോൺഗ്രസ് നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് കത്തെഴുതി. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെയും തന്നെ നയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന് അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഉള്ള ശ്രീ KC വേണുഗോപാലടക്കമുള്ള ആൾ പറയുന്നു. മത സംഘടനകളുടെ മേലധ്യക്ഷന്മാർ ഇത് സംബന്ധിച്ച് പറഞ്ഞു. ഇതൊക്കെ വന്നിട്ടും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടെടുക്കാനോ ഇത് പിൻവലിക്കുമെന്ന് പറയാനോ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബക്കാഡി കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ തീരുമാനമെടുത്തത്. റിക്കാർഡ് വേഗത്തിൽ ഇതിന്റെ ഫയൽ മൂവ്മെന്റ് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന കാര്യങ്ങൾ. വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഫയൽ ജമ്പ് ചെയ്ത് പോയി. അപ്പോൾ ഇതിനകത്ത് നേരിട്ട് ഈ കാര്യങ്ങളിൽ തൊട്ടുമുമ്പ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ നികുതി വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം ഇക്കാര്യം എന്തുകൊണ്ടാണ് ഇതുവരെ കേരളത്തിൽ കച്ചവടം നടക്കാൻ പറ്റാതിരുന്നത്. മദ്യം നേരത്തെ ഉണ്ട്. ഈ മദ്യത്തിന് കേരളത്തിൽ വിൽക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ലല്ലോ. വീര്യം കുറഞ്ഞ ഒരു കാറ്റഗറി മദ്യം പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് ഇവർ തീരുമാനിച്ചു. വീര്യം കുറഞ്ഞൊരു മദ്യത്തെ സംബന്ധിച്ച് നമ്മുടെ എക്സൈസ് കൂടി പരാമർശമുണ്ട്. ആകെ കേരളത്തിൽ നടപ്പിലാക്കാൻ ഹോട്ടി വൈൻ എന്ന നിലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സഹായകരമായ ഒരു മദ്യം മാത്രമാണ് നമ്മൾ നേരത്തെ LDF ഗവൺമെന്റിന്റെ സമയത്ത് അനുവദിച്ചത്. അതിന് വൈനിന്റെ താഴെ ഹോട്ടി വൈൻ എന്ന ഒരു ഹെഡൂടെ ചേർത്തിട്ട് വീര്യം കുറഞ്ഞ മദ്യമെന്ന് ജനറലി പറഞ്ഞാൽ പോരാ, ഹോട്ടി വൈൻ എന്ന് വേണം എന്ന് പറഞ്ഞിട്ട് അത് ചേർത്തു. വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു ഹെഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലോസ് ഉണ്ടെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിനകത്തല്ല ഹോട്ടി വൈൻ ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്ന് ഞങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഹോട്ടി വൈൻ എന്ന് തന്നെ ചേർത്തത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കൺസെപ്റ്റ് വരുന്നത് ഹോട്ടി വൈൻ ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് 0.5% to 20% എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിലും എന്താണോ ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്ന തരത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ്. അതിൽ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പലതവണ ചർച്ച ചെയ്തിട്ട് ഹോട്ടി വൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിലാണ് അതിന് വൈനിന്റെ അതേ റേറ്റും വെച്ചു, അതിനേക്കാളും കുറവല്ല. അപ്പൊ ആ ഒരു തരത്തിൽ ഹോട്ടി വൈൻ വിൽക്കാം, അല്ലെങ്കിൽ വൈനുണ്ട്, റേറ്റുണ്ട്. മദ്യത്തിന് 251% ആണ്. ആ 251% ഉള്ള സമയത്ത് ഈ പുതിയ പ്രൊഡക്റ്റ് 251 വിൽക്കാൻ അവകാശമുണ്ട്. പക്ഷെ അതുകൊണ്ട് വിൽപ്പന നേരെ നടക്കുന്നില്ല. അതുകൊണ്ട് അത് കുറഞ്ഞ റേറ്റ് വേണമെന്ന് പറഞ്ഞു. ഇത്രയും കാലം അതിന്റെ കച്ചവടം നടന്നില്ല. LDFന്റെ സമയത്ത് 3 വർഷത്തോളം ഈ ഫയൽ നീങ്ങിയില്ല. ഈ ഫയല് നീങ്ങാത്തത് എന്ത് എന്ന് ചോദിച്ച് ഉള്ള അസംബ്ലി ക്വസ്റ്റ്യൻസ് വന്നതിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. UDF നേതാക്കന്മാർ ചോദിച്ചതിനെ പറ്റിയുണ്ട്, MLA മാർ. ഇപ്പോൾ മണിക്കൂറുകളെടുത്ത് തീരുമാനിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞതുപോലെ സഭയിൽ ഈ കാര്യങ്ങൾ നേരത്തെ ബഡ്ജറ്റ് പ്രസംഗം തയ്യാറാക്കുമ്പോൾ അതിനൊപ്പം ഫിനാൻസ് ബില്ലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ഫിനാൻസ് ബില്ല് ഇന്നിപ്പം BSc വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ടുണ്ട്. ആ BScക്കകത്ത് ഫിനാൻസ് ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെക്കാനായിരിക്കും. കാരണം വളരെ മുട്ടുകാലെ വെച്ച് ചെയ്യുന്നു പറഞ്ഞ പോലെ ഇപ്പോൾ പെട്ടെന്ന് ഈ മണിക്കൂറുകൾക്കകം തീരുമാനിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം ഇങ്ങനൊരു കാര്യം വരുന്നു. അതിനെ സംബന്ധിച്ച് ചോദിക്കാനായിട്ട്, ശബ്ദമുയർത്താനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സഭയാണ്. ആ സഭയിൽ ഈ കാര്യം സംബന്ധിച്ച് അടിയന്തര പ്രമേയം കൊടുത്തു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ റൂൾ ബുക്കിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. ഈ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്കറിയാം, സബ്ജുഡീസ് ആയ കാര്യം, ഓൾറെഡി അവിടെ ചർച്ച ചെയ്ത കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ അത് വരണ്ട. അല്ലാതെ ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നു, വേറെ രേഖ ചർച്ച ചെയ്യുന്നു എന്നുള്ളതിന് തടസ്സമല്ല. ഇന്ന് ശ്രീ വർക്കല രാധാകൃഷ്ണൻ അദ്ദേഹം സ്പീക്കറായിരുന്നപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്തത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അത് വായിച്ചു ഞങ്ങൾ നോക്കി. അതിനകത്ത്
യാതൊരു കാരണവശാലും അടിയന്തര പ്രമേയത്തിന് ഒന്നും തടസ്സമല്ല, സാഹചര്യം അനുസരിച്ചിട്ടാണ് അടിയന്തര പ്രമേയം എടുക്കുന്നത് എന്ന് ആ റൂളിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു റൂളിംഗ് നേരത്തെ വന്നു, ആ റൂളിംഗ് ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് ഇന്ന് ഡിലേ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ പ്രസംഗം എടുത്തു, ആ സ്പീച്ചുണ്ട്. അതിനകത്ത് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം ഒരു നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ചർച്ച ചെയ്യുമ്പോൾ അടിയന്തര പ്രമേയം പാടില്ല എന്നൊരു വ്യവസ്ഥയില്ല. അടിയന്തര പ്രമേയം ആകാം. അടിയന്തര പ്രമേയം അനുവദിക്കുന്നതിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമോ ബഡ്ജറ്റ് പ്രസംഗമോ ഒരു തടസ്സമല്ല. ഓരോന്നിനും പ്രത്യേകമായ സാഹചര്യം അനുസരിച്ചാണ് കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം ഈ സന്ദർഭത്തിൽ പാടില്ല എന്നില്ല. റൂൾ 304 അനുസരിച്ച് അദ്ദേഹത്തിന്റെ റൂളിംഗ്. അത് കഴിഞ്ഞിട്ട് ഈ പർട്ടിക്കുലർ അടിയന്തര പ്രമേയം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ റൂൾ അങ്ങനില്ല. പോട്ടെ, സ്പീക്കറുടെ ആ ചോദ്യത്തെ ഞാനിപ്പോൾ പിന്നെ ഇവിടെ ചോദിക്കുന്നില്ല, സഭയിൽ ഞങ്ങൾ വായിക്കാം. പക്ഷേ ഏറ്റവും അപകടകരമായ ഒരു കാര്യം, VD സതീശന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം എങ്ങനെയാണ് അവർ നിയമസഭ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവെടുപ്പ് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഉന്നയിച്ച വിഷയം അവിടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ സഭാ TV-യിൽ നിന്ന് രണ്ടാമത് പ്രതിപക്ഷ, ആദ്യം അവതാരകൻ എന്ന നിലയിൽ ഞാൻ സംസാരിച്ചു, ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാധാരണ ഇത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണ്ണിച്ചു. അതിനകത്ത് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു. അത് രേഖയിൽ നിന്ന് മാറ്റിയെന്നാണ്. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വേറെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു സഭ തുടങ്ങി 1 മാസം ആവുന്ന ഘട്ടത്തിൽ തന്നെ ആ സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഈ പുറത്തും രാജ്യത്തും ലോകത്തും എല്ലാം കിടന്നടിക്കുന്ന VM സുധീരനും മറ്റു നേതാക്കന്മാരും എല്ലാം പറയുന്ന ഒരു കാര്യം, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാൽ ആ മൈക്ക് ഓഫ് ആക്കുക മാത്രമല്ല രേഖ തന്നെ റദ്ദ് ചെയ്യൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇരുണ്ട ഒരു നാളുകളിലേക്ക് നമ്മുടെ നിയമസഭയെ കൊണ്ടെത്തിക്കാനാണ്. അതുകൊണ്ടാണല്ലോ സഭാ TV-ന്ന് ഇത് മാറ്റിയത്. ഈ പറയുന്നതനുസരിച്ച് സഭാ TV-ന്ന് പ്രസംഗം മാറ്റിയത് കൊണ്ടൊന്നും അഴിമതി അല്ലാതാവുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് സംശയം വർദ്ധിക്കുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും സംശയം വർദ്ധിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു വല്ലാത്ത പെടച്ചിൽ? സഭാ TV തന്നെ നാളെ തൊട്ട് ഇനി TV ഒന്നും കാണിക്കണ്ടെന്ന് പറയുമോ? ഇതിൽ നിന്ന് മാറ്റി പ്രസംഗമില്ലാതെ, പ്രസംഗം കാണിക്കാതിരുന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. എന്തായാലും 3 വർഷക്കാലം ഞങ്ങൾ അനുമതി കൊടുക്കാഞ്ഞത് ഇത് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് വന്നാലുണ്ടാവുന്ന അപകടമുണ്ട്. പുതിയൊരു വിഭാഗം ആളുകൾ ഈ മദ്യപാനത്തിൽ ഇത് മദ്യപിക്കും. ഇത് പുതിയ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു മദ്യമാണ്. വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ ഡ്രിങ്കിങ് കൂടും. അവർ പിന്നെ പതുക്കെ കുടിയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒഴിവാക്കിയത്. ആ ഒഴിവാക്കിയ കാര്യം ഇത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ എക്സൈസ് മന്ത്രിയും മന്ത്രിസഭയും അറിയാതെ പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് എന്ന് ശ്രീ VM സുധീരനൊക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇവിടെ ഈ UDF-ന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് നിരക്കാത്ത ഒരു നിർദ്ദേശവും പ്രത്യക്ഷമായോ പരോക്ഷമായോ വരരുത് എന്ന് അദ്ദേഹം മദ്യത്തിന്റെ കാര്യത്തിൽ പറയുന്നു. അതുപോലെ കരിമണലിന്റെ കാര്യത്തിൽ പറയുന്നു. ഇതൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാത്തൊരു സമീപനം വരുന്നത് സംശയകരമാണ്. ഇതിനകത്ത് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവർക്ക് തന്നെ എന്താ ഇത്ര സംശയം? ഇവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അങ്ങനെയാണ് അത് ചർച്ച ചെയ്താൽ പോരെ. അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിന്റെ മറ്റ് കാര്യങ്ങളെ പറ്റി എല്ലാവർക്കും ഏകദേശം ചിത്രമുണ്ട്. ഇതിനകത്ത് ഒരു അഴിമതി മണക്കുന്നുണ്ട് എന്നുള്ളതും അഴിമതിയുടെ ഉദ്ദേശമുണ്ട് എന്നുള്ളതും ഇപ്പോൾ ആളുകൾക്ക് സംശയമുണ്ട്. ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഈ സംഭവം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങൾ തീരുമാനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ തീരുമല്ലോ. അപ്പോൾ നിയമസഭയെ തന്നെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം കഴിഞ്ഞ് വാക്കൗട്ട് നടത്തി പുറത്തോട്ട് പോകുന്നത്. ഇത് കേരളത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ സഭാ TV അടച്ചു വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ 3.5 വർഷക്കാലോ അല്ലെങ്കിൽ 3 വർഷത്തിലധികമോ അനുവാദം കൊടുക്കാതെ ഇത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച LDF സർക്കാരും വന്നിട്ട് മണിക്കൂറുകൾക്കകം ഇത് കൊടുത്ത UDF തമ്മിലുള്ള വ്യത്യാസം, അതിനകത്ത് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഒക്കെ ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടതാണ്. എന്തായാലും ഈ തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് പോകരുത്, ഇത് റദ്ദ് ചെയ്യേണ്ടതാണ് എന്നുള്ള അഭിപ്രായം പറയാനാണ് ഞങ്ങളോട് ശ്രമിച്ചത്. ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം പിന്നെ ഇവിടെ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്.